വ്യൂവേഴ്സ്, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അല്ലേ, കണ്ടുണ്ടാവും നിങ്ങളെല്ലാവരും. അതായത് വീട്ടിലൊക്കെ ഇപ്പോൾ കുറേ ബ്യൂട്ടി കാര്യങ്ങളും ഹെയറും ഒക്കെ ഇങ്ങനെ പരീക്ഷിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു ക്ലയൻറ്റ് ഇന്നലെ മൊത്തം ജടയും പിടിച്ചൊരു മുടിയായിട്ട് നമ്മുടെ അടുത്ത് വന്നു. അപ്പോൾ അവർ പറഞ്ഞു, പക്ഷേ നല്ല ലെങ്ത്തിലൊരു ഹെയറാണ്. ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഹെയർ ഫുള്ള് അവരൊരു എന്താ പറയുക, പ്രീലൈറ്റഡിങ് ഒക്കെ ചെയ്ത് ഒരു തെന്നിച്ചക്കൂട് പരുവത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ തന്ന് ഷോൾഡർ വെച്ച് കട്ട് ചെയ്തു, കുഴപ്പമില്ല, ഫുള്ള് ഡാമേജ് ചെയ്തു. ഞാനത് ഓവർ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായി. അതിനുശേഷം ഞാൻ ആ ഫുൾ ഹെയർ ഭയങ്കര ശ്രദ്ധയോടുകൂടി അതിൽ കുറച്ച് സിറവും സ്പാ ക്രീമൊക്കെ ഇട്ട് ക്ലീനാക്കി അതിനുശേഷം ഞാൻ ആ ഹെയറിനെ കിഡിലനായിട്ട് നാനോപ്ലാസ്റ്റ് ചെയ്തു. ഓൾറെഡി അപ്പെക്സിൻ്റെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും കൂടുതലും ഞാൻ നാനോപ്ലാസ്റ്റ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് ആ മുടിയുടെ ബിഫോറും ആഫ്റ്റർ ഞാൻ ഇതിൽ റീൽസായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാം. കാരണം എനിക്കിതിന് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം എങ്ങനെയാണ് ഈ ഒരു ഹെയറിനെ, കാരണം എന്തായാലും ഷോൾഡർ വെച്ച് കട്ട് ചെയ്യണം. കാരണം ഇപ്പോൾ ഉള്ളൊരു ഹെയറാണ്, അത് ഷോൾഡർ വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു റൂമിലൊക്കെ ഇരുന്ന് ഒരു പരീക്ഷണം നടത്തിയതാണ് കസിൻസ് എല്ലാവരും കൂടിയിട്ട്. പക്ഷെ നമ്മളത് ഭയങ്കര നന്നായിട്ട് നമ്മൾ സക്സസ് ആക്കി കൊടുത്തു. അപ്പോൾ അത് പുറത്തുനിന്നൊരു ക്ലയൻറ്റും കൂടിയായിരുന്നു. ഐ എം റിയലി ഹാപ്പി. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള കാരണം, നമുക്കറിയാം ഇപ്പോൾ സ്കിന്നാണെങ്കിലും ഹെയർ ഒക്കെ ആണെങ്കിലും സ്കിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കുന്നൊരു കാര്യമാണ്, സ്കിൻ ക്ലിനിക്ക്. പക്ഷെ നമുക്ക് എത്രമാത്രം അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ കല്യാണത്തിന് നമ്മൾ കുറേ മേക്കപ്പ് കാര്യങ്ങൾ, ഹെയർ സ്പ്രേ, സ്കിൻ ഫുഡ്, പാക്ക് ക്രീം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്കിന്നിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മുന്നത്തെ പോലെ എല്ലാവരും നന്നായിട്ട് പേഴ്സണൽ യൂസായിട്ട് SPF അതുപോലെ തന്നെ മേക്കപ്പ് പ്രോഡക്ട്സുകളും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ഹെയറിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഫേസിൽ നമ്മുടെ മുഖത്ത് ഒരു വെർജിൻ സ്കിൻ എന്ന രീതിയിലല്ല നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റ്സ് നടക്കുന്നത്, എല്ലാം ട്രീറ്റഡ് സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് ഏജ് വരാനും അതുപോലെ തന്നെ ഒത്തിരി അലർജീസ് വരാനും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെ ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് എടുത്ത് പോയി നിങ്ങൾ സർവീസ് എടുക്കാം. ഒപ്പം കല്യാണത്തിന് മുൻപ് ഒരാഴ്ച മുന്നെങ്കിലും, ഒരു മാസം മുന്നെങ്കിലും നമ്മൾ ലേസറും കാര്യങ്ങളൊക്കെ 20 ഡേയ്സ് മുന്നെങ്കിലും ലേസറും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ, ഒരു ബ്രൈഡ് ആണെങ്കിൽ, അതല്ല ബ്യൂട്ടി കാര്യങ്ങളാണ്, ഫേഷ്യൽസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, മിനിമം ഒരു 5 ഡേയ്സ് മുന്നെങ്കിലും ഇത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാക്സിൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫേഷ്യൽസ് ഒക്കെ ഒരു 1 വീക്ക് മുന്നേ കംപ്ലീറ്റ് സർവീസ്. കാരണം നമുക്കറിയാം പഴയതുപോലെ ഒരു ദിവസത്തെ വെഡിങ് അല്ല, ഒരു 5 ഡേയ്സ് ബിഫോർ നമ്മുടെ വെഡിങ് ഫംഗ്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്തൊക്കെ നമ്മൾ മുഖത്തൊക്കെ ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഇന്ന് ഒത്തിരി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, ഒത്തിരി ടെക്നീഷ്യൻസ് ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഇപ്പോൾ ഈ വെഡിങ് ഈവ് ആണെങ്കിലും ഹൽദി ആണെങ്കിലും മേക്കപ്പ് ഒക്കെ ആണെങ്കിലും പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്ത് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ആദ്യം ചോദിക്കുക, ഏത് പ്രോഡക്ട്സ് ആണ് അതിൻ്റെ ക്വാളിറ്റി, പ്യൂരിറ്റി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം റീൽസ് എല്ലാം കണ്ട് ആ ഒരു റീൽസിൽ വരുന്ന അപ്പിയറിലുള്ള മേക്കപ്പാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 1 വീക്കെങ്കിലും മുന്നേ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വെഡിങ് കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായിട്ടും പോസ്റ്റായിട്ടുള്ള ബാക്കി ബ്യൂട്ടി സർവീസസും ഹെയർ സർവീസസും കംപ്ലീറ്റ് ആക്കുക. കെരാറ്റിൻ, ബോട്ടോക്സ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആളുകളാണെങ്കിൽ മിനിമം 1 മന്ത് അല്ലെങ്കിൽ 20 ഡേയ്സ് മുന്നെങ്കിലും അത്തരം സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഹെയർ സ്പായും കാര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവായിട്ടാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഒപ്പം നമ്മുടെ ഷഫീനാസിൻ്റെ ഇടപ്പള്ളി ഷോപ്പ്, തൃശ്ശൂർ ഷോപ്പിലൊക്കെ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. നമ്മളെ വിളിക്കുക, അപ്പോയിൻമെൻറ്റ് എടുക്കാം. പിന്നെ നമ്മുടെ വെഡിങ് മേക്കപ്പ് ഓൾമോസ്റ്റ് നല്ല എൻക്വയറി ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാം ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പരാതി, നമ്മുടെ പേജിൽ ഫോട്ടോസില്ല. നിങ്ങൾക്ക് അങ്ങനെ വെഡിങ് ബുക്ക് ചെയ്യണമെങ്കിൽ പേഴ്സണലി എന്നെ വിളിക്കുക, ഞാൻ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. നമ്മുടെ ലുക്സ്, നമ്മുടെ പ്രോഡക്ട്സ്, നമ്മുടെ സർവീസ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. ഒന്നാമത് കസ്റ്റമൈസ്ഡ് ആണ്, ബ്രാൻഡഡ് പ്രോഡക്ട്സുകളാണ്. ഇപ്പോൾ ഗുരുവായൂരിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും ഒക്കെ നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ തന്നെ ചെയ്തിരിക്കുന്ന മേക്കപ്പ് നിങ്ങൾക്ക് അറിയാം, നമ്മളെല്ലാം പ്യോർ പ്രോഡക്ട്സുകളും ഒരു ഫിൽറ്ററോ കാര്യങ്ങളോ ഒരു വീഡിയോസോ ഒന്നുമില്ല ഞാൻ ഇന്ന് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സുകളാണ്. കാരണം എൻ്റെ ഫേസും നെക്കും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടെക്സ്ചർ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ കിഡിലൻ ഒരു ഫൗണ്ടേഷൻ, ചെറുതായിട്ടൊരു ബ്ലഷും, ഇതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കിഡിലൻ ഷെയ്ഡ്സ് ആണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഒരു ദിവസം വരും. അപ്പോൾ എന്തായാലും നിർബന്ധമായും ഒരു തവണയെങ്കിലും നമ്മുടെ ഷഫീനാസ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇവിടെ മേക്കപ്പ് മാത്രമല്ല, മൈക്രോ ബ്ലേഡിങ്, ഐബ്രോ, ഹെയർ എക്സ്റ്റൻഷൻ, ലെൻസസ്, ഫേഷ്യൽസുകൾ, ഹൈഡ്രാ ഫേഷ്യൽ മാത്രമല്ല അഡ്വാൻസ് ഒരുപാട് സൗന്ദര്യവും അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഐഡിയാസും ടിപ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട നമ്പർ 8943445959. ബൈ.